ശരിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ചൂട് കാലത്തൊക്കെ ഹെൽത്ത് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം? ഇത് ചൂട് കാലത്തൊന്നല്ല, എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രധാന ശത്രു കലോറിയാണ്. കലോറി നശിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം ഏത് തരത്തിലുള്ള ആവശ്യക്കാരാണ്? കൂടുതലും പയ്യന്മാരാണ്, നമുക്ക് ചെറുപ്പക്കാരാണ് കസ്റ്റമേഴ്സ്. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഫീൽഡിലുള്ള ആൾക്കാരാണ്. കോമ്പറ്റീഷന് പോകുന്നുണ്ട്. അപ്പം ട്രിവാൻഡ്രം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന പയ്യന്മാരുണ്ട്, അല്ലാതെ പ്രൊഫഷണലായി ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമസ്കാരം, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഞാൻ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. ഈ നമ്മുടെ ഷൂട്ടിങ്ങിന് പോകുന്ന വഴിയിൽ ഞാനൊരു ജിമ്മ് കണ്ടു. ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണമല്ലോ. ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ മനസ്സുള്ള ഒരാളാണ്. അതായത് ആരോഗ്യ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ചൂട് കാലത്ത് മാത്രമല്ല ഒരുപാട് അസുഖങ്ങളുടെ കാലത്ത് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരാൻ പ്രാപ്തിയുള്ള ഒരാളായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം അദ്ദേഹത്തുമായിട്ട് ഈ ജിമ്മിലെ മിസ്റ്റർ ആനന്ദും അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് വരാം. വരൂ, ആരോഗ്യം സംരക്ഷിക്കണ്ടേ? നമസ്കാരം. തൊട്ടിരിക്കല്ലേ അനന്ത്? മസിൽ ജിം അല്ലേ? മസിൽ ഗ്യാരേജ് എന്നാണ് പേര്. ഒരുപാട് ട്രോഫികളൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ എന്താണെന്ന് പറയാം? ഇത് ഈ വർഷത്തെ മിസ്റ്റർ ട്രിവാൻഡ്രം, അതുപോലെ മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ഏഷ്യക്ക് മെഡലുണ്ട്. മിസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ ഏജ് ബാർ ഉണ്ടോ? ഇല്ല, ഇത് സീനിയറാ. 40 എബോവ് ഉള്ളതല്ല, മാസ്റ്റേഴ്സ് അതാണ് 40 എബോവ്. ശരി. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ മസിൽ ഗ്യാരേജിലെ ആളുകളാണ്. ഇത് നമ്മുടെ എത്ര നാളായി മസിൽ ഗ്യാരേജ് ആരംഭിച്ചിട്ട്? 5 മാസമായി. ഇതുപോലെ തനിക്ക് നെയ്യാറ്റിൻകരയ്ക്ക് ഇടയ്ക്കാണ്. യാത്ര വഴി കണ്ടതാണ്. അതൊരു പ്രൈം ലൊക്കേഷനിലാണ്. പെട്ടെന്ന് ഒരു ശ്രദ്ധയിൽപ്പെടും. ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ കാണുന്നത് പോലെ പെട്ടെന്നൊരു ശ്രദ്ധയിൽപ്പെടുന്ന ഒരു തരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 5 മാസമായി ഇവിടെ തുടങ്ങിയിട്ട്. 5 മാസം. കുട്ടികൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് ട്രെയിൻ ചെയ്യാവുന്ന സ്ഥാപനം. ശരിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ചൂട് കാലത്തൊക്കെ ഹെൽത്ത് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം? ഇത് ചൂട് കാലത്തൊന്നല്ല, എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രധാന ശത്രു കലോറിയാണ്. കലോറി നശിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം ഏത് തരത്തിലുള്ള ആവശ്യക്കാരാണ്? കൂടുതലും പയ്യന്മാരാണ്, നമുക്ക് ചെറുപ്പക്കാരാണ് കസ്റ്റമേഴ്സ്. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഫീൽഡിലുള്ള ആൾക്കാരാണ്. കോമ്പറ്റീഷന് പോകുന്നുണ്ട്. അപ്പം ട്രിവാൻഡ്രം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന പയ്യന്മാരുണ്ട്, അല്ലാതെ പ്രൊഫഷണലായി ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആനന്ദമാണ് ഇവിടുത്തെ പ്രധാന ട്രെയിനർ. ആനന്ദിന്റെ ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഞാനും ബോഡി ബിൽഡിംഗ് ചെയ്തിരുന്നു ഒരു 5 വർഷത്തിന് മുമ്പ്. പിന്നെ ജിമ്മ് കാര്യങ്ങൾ ട്രെയിനറൊക്കെ ആയപ്പോഴത്തേക്കും ആ ഫീൽഡ് അങ്ങോട്ടായി. ഇവിടെ പ്രധാനമായിട്ട് എനിക്ക് മസിൽ പെരിപ്പിക്കാനായിട്ട് വരണം, അങ്ങനെ ചില പ്രത്യേക ആവശ്യങ്ങളുമായിട്ട് വരുന്നവരുണ്ട്. എല്ലാവരുടെയും ആവശ്യം ഒന്നേ ഉള്ളൂ, പെട്ടെന്ന് വയറ് കുറയ്ക്കുക. പെട്ടെന്ന് വയറ് കുറയ്ക്കാൻ സാധിക്കൂ. അതിന് വർക്കൗട്ടിനെക്കാട്ടിലും ഏറ്റവും വേണ്ടത് ഡയറ്റാണ്. ഡയറ്റ് എത്രത്തോളം കൺട്രോളായി പോകുന്നോ അത്രത്തോളം അവർക്ക് റിസൾട്ട് കിട്ടും. നമുക്കിവിടെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. വയറ് വയ്ക്കുന്നത് വളരെ എളുപ്പമാണ്, കളയാനാണ് പാട്. അപ്പോൾ അതിന് വേണ്ടുന്ന എക്സർസൈസുകൾ ചെയ്തേ പറ്റൂ. ഇച്ചിരി കടുപ്പമാണല്ലോ. വർക്കൗട്ട് കടുപ്പമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഡയറ്റാണ് കടുപ്പം. ഒരാൾ ഡയറ്റ് എത്രമാത്രം ഡയറ്റ് ഫോളോ ചെയ്യുന്നോ അത്രത്തോളം റിസൾട്ട് കിട്ടും. നല്ല പ്രോട്ടീൻ അടങ്ങിയ ആഹാരം, കൂടുതലും പ്രോട്ടീൻ അടങ്ങിയ ആഹാരം, കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ് ഫിഷ് കഴിക്കാം. ഏറ്റവും നല്ലത് ഫിഷാണ്. ഇപ്പം ചൂട് സമയത്തും ഏറ്റവും നല്ലത് ഫിഷാണ് കഴിക്കാനായിട്ട്. ഫിഷ്, ചിക്കൻ്റെ ബ്രസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ റെഡ് മീറ്റും. ചില ശരീരത്തിന് റെഡ് മീറ്റ് യൂസ് ചെയ്യാം. പിന്നെ കൂടുതലും വേണ്ട ഫൈബർ ആയിട്ട് ഉള്ള ഫുഡാണ് ഫൈബർ. പിന്നെ ആവശ്യത്തിന് ഗുഡ് ഫാറ്റ് വേണം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും തീരെ അങ്ങോട്ട് ഒഴിവാക്കാതെ അതും ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം നമുക്ക് ശരീരത്തിന്. എല്ലാം ഒരേപോലെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രയോഗിച്ചാൽ മാത്രമേ ഈ വയറ് കുറഞ്ഞ് നമുക്കൊരു വിധമൊക്കെ പാൻറ്റൊക്കെ ഉറയ്ക്കുള്ളൂ അല്ലേ? ഈ ഒരു പയ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വയറിൻ്റെ പ്രശ്നമല്ല, അവർക്ക് മസിലിൻ്റെ പ്രശ്നമാണ്. മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്
പയ്യന്മാര് പിള്ളേരിപ്പോ പിള്ളേരൊക്കെ ഇവിടെ ക്രിക്കറ്റ് കോച്ചിങ്ങിന് വരുന്നവരാണ്. അവർക്ക് കാർഡിയോ ആവശ്യമില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാര് കാർഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടാണ് കൂടുതലും ഈ ഒബസിറ്റി പോലുള്ള പ്രശ്നം വരുന്നത്. ഇപ്പൊ മുമ്പൊക്കെ ഒരു പരിധിവരെ ഈ പൊണ്ണത്തടിയുടെ പ്രശ്നം ഉണ്ടായി. ഇപ്പൊ അത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഇപ്പൊ അത് കുറവാണ്. കാരണം ഇപ്പോ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ ജിം ഫീൽഡിലെ ഫിറ്റ്നസ് സെന്ററിലേക്ക് വരുന്നുണ്ട്. പഴയതുപോലെയല്ല. ബോഡി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരുന്നുണ്ട്. ഫിറ്റ് ആയിരിക്കണം, കുറച്ച് ഹെൽത്തി ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട്. എങ്കിൽ പോലും ഈ കാലത്ത് ഒരു യങ് ഏജിൽ തന്നെ ഈ കാർഡിയാക് അറസ്റ്റ് പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട് അല്ലേ? അപ്പം ഇത് നമ്മുടെ ഈ ട്രെയിനിങ് വരുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആ സമയത്തും ചിലപ്പോൾ ആ സമയം നമ്മൾ തുടക്കത്തിൽ തന്നെ ഹെവി ഹാർഡായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാറില്ല. വളരെ ലൈറ്റായി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കാർഡിയോ, ചിലവർക്ക് ആദ്യം കാർഡിയോ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും. അത് ചെയ്തതിന് ശേഷമേ വെയിറ്റ് ട്രെയിനിങ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അത്യാവശ്യം എപ്പോഴാണ് ഇവിടുത്തെ പ്രവർത്തന സമയം? പ്രവർത്തന സമയം രാവിലെ 5 മുതൽ 10 വരെ, വൈകുന്നേരം 4 തൊട്ട് 10 വരെ. എല്ലാ ദിവസവും? സൺഡേ ഒഴിച്ച്. സൺഡേ ഹോളിഡേ. സൺഡേ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഒരു ടെറിട്ടറി എവിടെയാണ്? നമ്മുടെ പരിധി എവിടെ നിന്ന് വരെയുള്ള ആൾക്കാർ വരാറുണ്ട്? വരുന്നത് കോവളത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ തക്കല, തമിഴ്നാട് തക്കലന്ന് വരുന്നുണ്ട്. അവിടെ നിന്ന് ആഴ്ച 2-3 ദിവസം വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ടെറിട്ടറി എന്ന് പറയാനില്ല. കാരണം അവരെല്ലാം കോമ്പറ്റീഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ കൂടുതലും കോമ്പറ്റീഷൻ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ ബേസ് ചെയ്ത് അതുകൊണ്ട് ദൂരെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അല്ലാതെ നമുക്കിവിടെ അടുത്ത് നെയ്യാറ്റിൻകര, ഓലത്താനി, അതുപോലെ തന്നെ മാരയമുട്ടം, ആ ഭാഗത്ത് നിന്നൊക്കെ ഒരു നോർമൽ ഫിറ്റ്നസ് അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പൊ കൂടുതൽ പെൺകുട്ടികളും ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. പെൺകുട്ടികളും വരുന്നുണ്ട്. അവർക്ക് ഫിറ്റ് ആയിരിക്കണം. പക്ഷെ അവരും മസിലുള്ള ഒരുപാട് ബോഡി ബിൽഡേഴ്സ് വരുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് ലേഡീസ് വരുന്നുണ്ട്. ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവർ വരുന്നുണ്ട്. ആ ഒരു മേഖലയിലേക്ക് അവരുടെ മുമ്പ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ഈസി ആയിട്ട് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ടി വിയിലൊക്കെ ചിലരെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പെൺകുട്ടികൾക്കും പറ്റിയൊരു മേഖലയാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഇതും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പിള്ളേരെ കാണുന്നുണ്ട്. അവർ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ഉള്ളതെല്ലാവരും എന്താണ്, ബോഡി കുറച്ച് ഗെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ബോഡി ഉണ്ടാവണം. മറ്റേ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കിടന്ന് ബോഡി കുറച്ചിട്ട് ഇപ്പോൾ ബോഡി ഉണ്ടാകാൻ വന്നിരിക്കും കൊച്ചു പിള്ളേർ. അപ്പോൾ ശരിക്കും ഒരു നമ്മുടെ ഒരു യങ് ഏജാണ്, മീൻസ് ഒരു കൗമാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണം? നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന രീതിയായാലും എക്സസൈസിൻ്റെ രീതിയിലായാലും നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി അത് നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം? ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. പിന്നെ വർക്കൗട്ട്, ജിമ്മിൽ തന്നെ വന്ന് വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നത്. അറ്റ്ലീസ്റ്റ് നടക്കാനോ ഓടാനെങ്കിലും പോവുക, സൈക്കിൾ ചെയ്യുക. അതാണ് വേണ്ടത്. ഞാൻ ജിമ്മ് തന്നെ സജസ്റ്റ് ചെയ്യുന്നില്ല. ജിമ്മിൽ തന്നെ വരുന്ന ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതായിരിക്കും. ഇവിടെ ഒരു ട്രെയിനർ ഉണ്ട്, നിർദ്ദേശിച്ച് ചെയ്യിച്ചോളൂ. ജിമ്മിൽ വരുന്നതിന്റെ ഒരു പ്രത്യേകത ഒരാൾ പുഷ് ചെയ്യാൻ കാണും. അത് പോയി ഒരു 30 എണ്ണം ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 30 എണ്ണം ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കാൻ ആളുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ 29 നിർത്തത്തില്ല. ആ ഒരു ബലത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ജിമ്മിൽ വരുന്നത് അല്ലേ? ബോഡിക്ക് അനുസരിച്ച് വർക്കൗട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം വണ്ണം ഉള്ളവർക്ക് കൊടുക്കുന്ന അത്രയും കാഠിന്യമായ വർക്കൗട്ട് ഇപ്പം വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യം, കുറച്ചുകൂടെ ലൈറ്റായിട്ട്. അതുപോലെ അവർക്ക് കുറച്ച് റെസ്റ്റ് അധികം വേണം. ഈ പ്രോട്ടീൻ പൗഡറിന്റെ ഉപയോഗം, അത് വേ പ്രോട്ടീൻ മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുള്ളൂ. വേ പ്രോട്ടീൻ്റെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയം നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ചിലപ്പോൾ കൺസ്യൂം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊരു വേ പ്രോട്ടീൻ ഒരു സ്കൂപ്പിൽ തന്നെ ഇത്ര ഗ്രാം പ്രോട്ടീൻ എന്നുണ്ട്, 24 ഗ്രാം പ്രോട്ടീൻ എന്നുണ്ട്. അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ടി മാത്രം. അത് നമ്മൾ ആരെയും പുഷ് ചെയ്യുന്നില്ല. പിന്നെ വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പാലിൽ നിന്ന് രൂപപ്പെടുന്ന ഇതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷേ അളവുണ്ട്. ഒരു ദിവസം ഇപ്പോൾ 1 സ്കൂപ്പ് എടുക്കുന്നവരുണ്ട്, 2 സ്കൂപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്, മാക്സിമം 2 സ്കൂപ്പ് വരെ. അപ്പോൾ ഇവിടെ ഇനിയും പ്രതീക്ഷയുള്ള കുറേ പിന്നെ ശിഷ്യഗണങ്ങളോട് ഉണ്ടാവുമല്ലോ അല്ലേ? അടുത്ത ഏത് ടൈറ്റിലിന് വേണ്ടി തയ്യാറാകുന്നവരാണ് ഇവിടെ ഉള്ളത്? ഇല്ല, ഇനി ഈ വർഷം എന്തായാലും
കോമ്പറ്റീഷൻ ഒന്നും ചെയ്യാനായിട്ട് ആരുമില്ല. ഇനി അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടല്ലോ. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് എനിക്ക് വെയിറ്റ് ഒന്നും പൊക്കാൻ ശേഷിയില്ല. നമുക്ക് ഇതിൽ സംഭവം ഒന്ന് നടന്നു നോക്കാം. ഡ്രസ്സൊന്നുമില്ല, ഷൂ ഇല്ല, ഒന്നുമില്ല. എവിടെയാ കൂട്ടുന്നത്? പോട്ടെ, ഒരു 5 6 വയ്ക്കും. തെന്നത്തില്ലല്ലോ, ഷൂ ഇല്ലെങ്കിൽ സ്ലിപ്പാകത്തില്ലല്ലോ. ഇതല്ലേ കൂട്ടുന്നത്? ഇത് ഫ്രണ്ടോ? അയ്യോ, ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചുമ്മാ 8 ഇല്ലെങ്കിൽ നടത്താൻ ശരിയാവത്തില്ല. ഡൗൺ ചെയ്യുന്ന ഇതാണോ? ചുമ്മാ എന്നിട്ട് കാര്യമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് നടക്കണം. സ്റ്റോപ്പ് ചെയ്താൽ ഇത് ഓരോ പ്രാവശ്യം താഴോട്ട് വരുന്നതുകൊണ്ട് മസിൽ വരുന്നുണ്ടാണ്, കയ്യിലോട്ടാണ് നോക്കുന്നത്. പെട്ടെന്ന് വരത്തില്ലെന്ന് കുറേ നേരം ചെയ്യണമെന്ന്. ഇത് ഓരോന്ന് പിടിച്ചിട്ട് കയ്യിലോട്ടാണ് നോക്കുന്നത്, എത്രമാത്രം വന്നു. ഇന്നലെ ജോയിൻ ചെയ്തേ ഉള്ളൂ, ഇന്ന് മസിൽ പിടിക്കുക. ഇപ്പം ഇതൊക്കെ കഷ്ടപ്പെടും. കുഴപ്പമില്ലല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ഇപ്പം 5 മാസമായി നമ്മൾ തുടങ്ങിയിട്ട്, മസിൽ ഗാരേജ് തുടങ്ങിയിട്ട് 5 മാസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം വരുന്നുണ്ട്. ആൾക്കാർ വരുന്നത് മാത്രമല്ല, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം 5 മാസം ആയതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും ഇവിടെ എടുക്കുന്നതല്ല അല്ലേ? നമ്മളിവിടെ എല്ലാ തരം ഫെസിലിറ്റി, ഒരു ജിമ്മിൽ വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അത് 1, 2, 3 എണ്ണത്തിലും കൂടുതലുണ്ട് അല്ലേ? എത്ര പേര് വന്നാലും അവർക്ക് ഫ്രീ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന 4 ട്രെയിനേഴ്സ് ഉണ്ട്. 4 ട്രെയിനേഴ്സ് അതിനെ കൂടാതെ ഉണ്ടോ? അതോ എന്നെ കൂടാതെ 4 ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ആളുകളും ചെയ്യാനുള്ള എക്യുപ്മെൻസും, അതും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻസാണ് ഇവിടെ കൂടുതലും ഉള്ളത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് അല്ലേ? അതിപ്പോൾ അനന്തുവിന് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ചെയ്യേണ്ടതൊക്കെ ഇവിടെ വരുന്നവരാണ്, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ജിമ്മിൽ തന്നെ വന്ന് ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ ഏതെങ്കിലും വിധത്തിലൊക്കെ സംരക്ഷിച്ചോളുക അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ ഇവിടുത്തെ ഈ പ്രകടനങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. ഇവിടെയുള്ള ഈ പരിസരത്തുള്ള യുവതീ-യുവാക്കളുടെ ആരോഗ്യം, അല്ലെങ്കിൽ മധ്യവയസ്കരുടെ ആരോഗ്യം മസിൽ ഗാരേജിനാൽ സമ്പന്നമാവട്ടെ. താങ്ക് യു. ശരി, കാണാം.